ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ എല്ലാം പ്രിയങ്കരനായ മോഹൻലാലിന് ദാദാസാഹിബ് അവാർഡ് ലഭിച്ചു എന്നുള്ളത് ഓരോ മലയാളിക്കും അഭിമാനാർഹമായ നിമിഷമായിരുന്നു. അദ്ദേഹം അത് അർഹിക്കുക തന്നെ ചെയ്യുന്നു. എന്നാൽ മലയാളിയെ സംബന്ധിച്ച് പറഞ്ഞാൽ ശ്രീ മോഹൻലാലിനോടൊപ്പം തന്നെ നമ്മൾ പ്രാധാന്യം നൽകുന്ന ഒരു ചെടിയിൽ രണ്ട് പൂക്കളായി കാണുന്ന ഒരാൾ കൂടിയുണ്ട്, ശ്രീ മമ്മൂട്ടി അഥവാ മമ്മൂക്ക. രണ്ടുപേരെയും രണ്ടായിട്ട് നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ശ്രീ മോഹൻലാൽ അവാർഡ് മേടിക്കുന്ന അതേ ദിവസം തന്നെ മമ്മൂക്കയുടെ വീട്ടില് ആ കസ്റ്റംസുകാർ റെയ്ഡ് നടത്തി എന്നുള്ളത് അത് തന്നെ യാദൃച്ഛികമായിരുന്നോ എന്ന് പല കോണുകളിലും സംശയം വരുന്നുണ്ട്. ദുൽഖർ സൽമാന്റെയോ പൃഥ്വിരാജിന്റെയോ ആ വാഹന ഇടപാടുകളൊന്നും അടുത്ത കാലത്തേക്ക് നടന്നതല്ല, വർഷങ്ങൾക്ക് മുമ്പേ സംഭവിച്ചതാണ്. എല്ലാ പേപ്പറുകളും ക്ലിയറാക്കി അടയ്ക്കാനുള്ള പണമൊക്കെ അടച്ചിട്ടാണ് അവർ വാഹനങ്ങൾ സ്വന്തമാക്കുന്നത്. എന്തെങ്കിലും നിയമവിരുദ്ധമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദികൾ ഇവരല്ല, വാങ്ങിയവരല്ല, വിറ്റവരാണ്. വിറ്റവരെയാണ് പിടിക്കേണ്ടത്. ഒരു പഴയ വാഹനം വാങ്ങിക്കുമ്പോൾ അതിന് ചരിത്രമെല്ലാം തിരക്കിപ്പോൾ നമുക്ക് ആവുകയില്ല. ബുക്കും പേപ്പറും ഓക്കെ ആണെന്ന് വാങ്ങിക്കുന്നു, അത്രേ ഉള്ളൂ. അതൊക്കെ അന്വേഷിക്കേണ്ടത് ആ പരിവാഹൻ.com അതിന്റെ അധികാരികളോ ചുമതലപ്പെട്ടവരോ ഒക്കെയാണ്, ഒരിക്കലും വാങ്ങുന്നവരല്ല. ഇതോടൊപ്പം കൂട്ടി വായിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. സെയർസ് നടത്തുന്ന അതേ ദിവസം തന്നെ പത്രസമ്മേളനത്തിൽ പറയുകയാണ്, കസ്റ്റംസ് പ്രിവന്റീവ് ഓഫീസർ ഒരു ടിജു ആ വാഹന ഇടപാടില് മയക്കുമരുന്ന് കച്ചവടം നടന്നിട്ടുണ്ട്, സ്വർണ്ണക്കടത്ത് നടന്നിട്ടുണ്ട്. ഇതൊക്കെ ആര് പറഞ്ഞു? തെളിവുണ്ടോ? ഒരു തെളിവുമില്ല, വെറുതെ അങ്ങ് പറയുകയാണ് എന്ന് പറഞ്ഞ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. ഇവരുടെയൊക്കെ മേൽ ഇല്ലാത്ത കുറ്റങ്ങൾ ചുമത്തുകയാണ് എന്ന് പറഞ്ഞാൽ ചിലരെയൊക്കെ ചാപ്പ് കുത്താനുള്ള ഒരു മനഃപൂർവ്വമായ ശ്രമമല്ലേ എന്ന് സംശയിക്കേണ്ടി വരും. അതിലേറ്റവും ശ്രദ്ധേയമായ കാര്യം, ഈ കസ്റ്റംസ് പ്രിവന്റീവ് ഓഫീസർ നടത്തിയ പത്രസമ്മേളനത്തിന് ഇടയ്ക്ക് ഒരു ഫോൺ കോൾ വരുന്നു. പെട്ടെന്ന് ആ പത്രസമ്മേളനം നിർത്തുന്നു. എന്നിട്ട് അയാൾ ഏറ്റുപോവുകയും ചെയ്യുന്നത്. കൂടുതലൊന്നും പറയുന്നില്ല. എന്തൊക്കെയോ ദുരൂഹതകൾ ഇതിന് പിന്നിലേ സംശയിക്കേണ്ടി വരും. റീഡിംഗ് ബിറ്റ്വീൻ ദി ലൈൻസ് ഒന്ന് കടന്നു ചിന്തിച്ചാൽ ചില കാര്യങ്ങൾ വ്യക്തമാണ്. ഒന്ന്, ശ്രീ മോഹൻലാലിനെ BJP-യിലേക്ക് അടുപ്പിക്കാനുള്ള ഒരു ചൂണ്ടയല്ലേ ഈ അവാർഡ് സംശയിച്ച തെറ്റ് പറയാനാകുമോ? മമ്മൂട്ടിയെ മാത്രമല്ല മറ്റു പലരെയും അകറ്റി നിർത്തുകയാണ് അവാർഡുകളിൽ നിന്ന്. കമലഹാസൻ ഉദാഹരണത്തിന്, കമലഹാസൻ BJP എതിർക്കുന്ന ആളാണ്, ഒരിക്കലും അദ്ദേഹത്തിന് ഒരു അവാർഡും കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ അനുകൂലിക്കുന്നവർക്ക്, അനുകൂലിക്കാൻ സാധ്യതയുള്ളവർക്ക് അവാർഡുകൾ കൊടുക്കുക, ആദരിക്കുക, അവരെ ക്രമേണ BJP-യിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ കൊണ്ടുവരിക. എന്നിട്ട് ആ മോഹൻലാലിനെ പോലുള്ള ഒരാളെ കേരളത്തിലെ BJP-യുടെ മുഖമായി മാറ്റുക. കാരണം കേരളം എന്ന് പറയുന്നത് BJP-ക്ക് ഒരു ചലഞ്ചാണ് എന്നും എക്കാലവും. ചക്കവീണ് പോലെ എന്ന് പറഞ്ഞ പോലെ തൃശ്ശൂർ കിട്ടിയെന്ന് കരുതി കേരളം പിടിക്കാനുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇപ്പോഴും ഉണ്ടായിട്ടില്ല എന്ന് നേതാക്കൾക്ക് അറിയാം. അതുകൊണ്ട് ആ ചലഞ്ച് അവർ ഏറ്റെടുക്കുകയാണ്, ജനകീയമായ ഒരു മുഖം ഇവിടെ ഉണ്ടാകുവാനായിട്ട്. സുരേഷ് ഗോപിയുടെ കാലം കഴിഞ്ഞു, അഥവാ സുരേഷ് ഗോപിക്ക് ഇത്രയൊക്കെ പോകാൻ സാധിക്കുകയുള്ളൂ. അതിന് ലിമിറ്റൊക്കെ എത്തിക്കഴിഞ്ഞു. അടിസ്ഥാനപരമായ ഒരു പൊതുപ്രവർത്തനം ഉണ്ടാവേണ്ട പല ക്വാളിറ്റീസ് ഒന്നും ഇല്ല. സൗമ്യത, വിശാല മനസ്സിൽ ഒന്നുമില്ല. കാണുന്നവരെല്ലാം കടിക്കാൻ ചെല്ലുക, പേപ്പട്ടിയുടെ കൂട്ട്, ആ ദേഷ്യപ്പെടുന്ന പത്രക്കാരുടെ മുമ്പിൽ വെച്ച്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പല കാര്യങ്ങളും വിവാദ പുരുഷനാണ് ശ്രീമാൻ സുരേഷ് ഗോപി. അതൊന്നുമില്ലാത്ത മറ്റൊരു മുഖത്തെ കൊണ്ടുവരുവാൻ അവർ ശ്രമിക്കുകയാണ്. ഒരുപക്ഷെ മോഹൻലാൽ വരികയാണെങ്കിൽ രണ്ട് കൈ നീട്ടി സ്വീകരിക്കും, ഒരു സംശയവുമില്ല. അതിനുള്ള ചരടുവലികളല്ലേ, അണിയറ നീക്കങ്ങളല്ലേ ഈ കാണുന്നതൊക്കെ എന്ന് സംശയിച്ചാൽ തെറ്റു പറയാൻ പറ്റുമോ? ഏതാണെങ്കിലും സംതിങ് ഈസ് റോട്ടൻ ഇൻ ഡെൻമാർക്ക്. എന്തോ എവിടെയോ ചെയ്യുന്നതാണെന്നു, എന്തൊക്കെയോ സന്ദേഹങ്ങൾ ബാക്കിയാണ്. സത്യം പുറത്തു വരട്ടെ, അതുവരെ കാത്തിരിക്കാം.